ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ജനുവരി 2023 ഹിന്ദു ന്യൂസ് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസംബർ GST റവന്യൂസ് ഫ്രം നവംബർ ലോസ്. അപ്പോൾ നവംബറിൽ കുറവായിരുന്ന GST റവന്യൂ ഇത്തവണ ഡിസംബറിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. തേർഡ് ഹയസ്റ്റ് മന്ത്ലി കളക്ഷൻ സോ ഫാർ ആൻഡ് 15% ഹയർ ദാൻ എ ഇയർ അഗോ. ബീഹാർ റിപ്പോർട്ട്സ് ദ ഹയസ്റ്റ് ഗ്രോത്ത് ഇൻ റവന്യൂസ് അറ്റ് 36%. ഇമ്പോർട്ടൻ്റ് ആണ്. ബീഹാറാണ് ഏറ്റവും കൂടുതൽ GST റവന്യൂസ് ഡിസംബറിൽ കാര്യമാണ് പറയുന്നത്. ഡിസംബറിൽ ഗ്രോത്ത് ഉണ്ടാക്കിയത്. GST കൗൺസിൽ എന്ന് പറയുന്നത് എന്ത് തരം ഓർഗനൈസേഷനാണ്? GST കൗൺസിൽ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറയുക, പ്രൊവിഷനുള്ള ബോഡിയാണ്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ബോഡിയാണ്. 279A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വൺ ലൈനറായിട്ട് പറഞ്ഞു പോവാണ്. ഭാരത് ജോഡോ യാത്ര സെറ്റ് ടു റീച്ച് UP. കോൺഗ്രസ് വർക്കേഴ്സ് ഇൻ ഹൈ സ്പിരിറ്റ്സ് എന്നാണ് പറയുന്നത്. ഭാരത് ജോഡോ യാത്ര ആര് നയിക്കുന്ന യാത്രയാണ്? കോൺഗ്രസിൻ്റെതാണ്. ആര് നയിക്കുന്നതാണ്? രാഹുൽ ഗാന്ധിയാണ്. വിൻ്റർ സീസണാണ്, അതുകൊണ്ട് തന്നെ ഡെൻസ് ഫോഗ് കോൾഡ് വേവ് സെറ്റ് ടു ഗ്രിപ്പ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ ഇൻ ഫസ്റ്റ് വീക്ക് ഓഫ് 2023. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചസ് അറിയാം, ക്ലൈമറ്റ് വ്യതിയാനം അറിയാം, കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻസ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഡീപ്പറായിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഡെൻസ് ഫോഗ് കോൾഡ് വേവ് സെറ്റ് ടു ഗ്രിപ്പ് നോർത്തിലും നോർത്ത് വെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഈ പറഞ്ഞ ഡെൻസ് ആയിട്ടുള്ള ഫോഗോ അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് വെതറും എക്സ്പീരിയൻസ് ചെയ്യും എന്ന് പറയുന്നു. ഹിന്ദു അനാലിസിസിലെ എഡിറ്റോറിയൽ അനാലിസിസ് നമ്മൾ സെപ്പറേറ്റായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് എഡിറ്റോറിയൽ അനാലിസിസ് ഡിസ്കസ് ചെയ്യുന്നത്. റിമോട്ടായിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഡൊമസ്റ്റിക് വോട്ടേഴ്സിന്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർക്ക്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള മൈഗ്രൻസിന് വോട്ടിംഗ് സാധ്യമാക്കിക്കൊണ്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വളരെ വ്യക്തമായി നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അത് ആ വീഡിയോ കണ്ടാൽ മതി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് റൈസസ് ടു 8.3% ഇൻ ഡിസംബർ, ഹയസ്റ്റ് ഇൻ 16 months സേസ് റിപ്പോർട്ട്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എത്രയാണ്? 8.3% ആണ് ഡിസംബറിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആയിരിക്കുന്നത്. ഡീലിമിറ്റേഷൻ ക്യാൻ പ്രൊവൈഡ് സേഫ് ഗാർഡ്സ് ഇൻ ആസാം ദാറ്റ് NRC കുഡ് നോട്ട് ഹിമാൻഡ. അപ്പോൾ ഈ NRC എന്താണെന്നാണ് ചോദ്യം. NRC എന്താണ്? നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺഷിപ്പ്. നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് ആണ്, സിറ്റിസൺഷിപ്പ് അല്ല. നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. കാര്യമായ സ്പോർട്സ് ന്യൂസ് ഒന്നും ഇന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ, ടേക്ക് കെയർ.